ഹലോ എവരിവൺ, വെൽക്കം ടു രാഹിൽസ് അക്കാഡമി. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വയം എന്നുള്ള ഒരു സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ബേസിക്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നാഷണൽ കോർഡിനേറ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്വയത്തിന്റെ ബേസിക്സ് മുതലേ പഠിക്കണം എന്നുള്ളവർ എന്ത് ചെയ്യുക, കഴിഞ്ഞ വീഡിയോ കാണുക. ഇനി അതിൽ നാഷണൽ കോർഡിനേറ്റേഴ്സ് എന്നുള്ളൊരു ഭാഗം മാത്രം നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതിയാവും. ഓക്കെ, ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ PYQs നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി വേണം സ്റ്റാർട്ടിംഗ് ദ സെഷൻ. അപ്പോ പിന്നെ സ്വയത്തിന്റെ പ്രധാനപ്പെട്ട നാഷണൽ കോർഡിനേറ്റേഴ്സും അവരുടെ ഫുൾ ഫോമും അവരുടെ കോഴ്സും ഈ രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫോം നിങ്ങൾ അറിഞ്ഞിരിക്കണം, അവർ കോർഡിനേറ്റ് ചെയ്യുന്ന കോഴ്സ് ഇതാണെന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്താണ് One second. സോറി. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താണ് AICTE എന്നുള്ള ഒരു ഭാഗം. ഓക്കെ, എന്താണ് AICTE? ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. ഇവർ കൂടുതലും കോർഡിനേറ്റ് ചെയ്യുന്നത് എന്താണ്, ഇന്റർനാഷണൽ ആയിട്ടുള്ള കോഴ്സുകളാണ് AICTE എന്ത് ചെയ്യുന്നത്, പൊതുവെ ചെയ്യാറുള്ളത്. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത്, NPTEL. NPTEL എന്ന് പറയുമ്പോൾ എന്താണ് ഫുൾ ഫോം, നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. ഓക്കെ, ഇവരെന്താണ് ഈ പേര് തന്നെ നമുക്കുണ്ട്. ടെക്നോളജി എൻഹാൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് എഞ്ചിനീയറിംഗ് പോലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യുന്ന, സ്വയത്തിൽ കോർഡിനേറ്റ് ചെയ്യുന്ന അതിന്റെ അതോറിറ്റിയാണ് NPTEL അഥവാ നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. ക്ലിയർ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. പിന്നെ വരുന്ന നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള, ഈവൻ നമ്മുടെ നെറ്റ് എക്സാം പോലും കണ്ടക്ട് ചെയ്യുന്ന അതോറിറ്റിയാണ് UGC എന്ന് പറയും അല്ലെ. നമ്മുടെ യൂണിവേഴ്സിറ്റി ലെവലിലുള്ള ഏറ്റവും ടോപ്പ് അതോറിറ്റിയാണ് UGC എന്ന് പറയുന്നത്. എന്താണ് ഫുൾ ഫോം, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവർ കൂടുതലും ഡീൽ ചെയ്യുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് എന്താണ്, നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള, അതുപോലെ PG അല്ലെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള കോഴ്സുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ UGC എന്ത് ചെയ്യുന്നത്, അവിടെ കൃത്യമായിട്ട് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ബേസിക്സ് ആണ്, വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഗമൊന്നും നമുക്ക് ഇവിടെ ഇല്ല. പിന്നെ വരുന്നതാണ് ആര്, NCERT. NCERT നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ല. നമ്മുടെ +2 10th ഉള്ള ബുക്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, ഈ പറയുന്ന NCERT സിലബസ് ടെക്സ്റ്റ് ബുക്ക് ആണ് ഈ 9th മുതൽ +2 വരെയുള്ള കുട്ടികൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ ഫോം വരുന്നതാണ് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നാണ് എന്ത്, ഈ NCERT എന്നുള്ളതിന്റെ ഫുൾ ഫോം വരുന്നത്. ഓക്കെ, ഇവര് കൂടുതലും ഇവര് എന്താണ്, സ്കൂൾ എഡ്യൂക്കേഷൻ ആണല്ലോ, 9th മുതൽ +2 വരെയുള്ള ഈ സ്കൂൾ എഡ്യൂക്കേഷൻ ആണ് NCERT എന്ത് ചെയ്യുന്നത്, ഈ സ്വയത്തിന്റെ കീഴിൽ അവർ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. അപ്പം ഈ ഒരു ഭാഗം നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് റിവൈസ് ചെയ്യാം. ഓക്കെ, ഇനി പിന്നെ നമുക്ക് എന്താണ്, കുറച്ച് കോർഡിനേറ്റേഴ്സും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത്, NIOS. ഓക്കെ, NIOS നമുക്ക് എല്ലാവർക്കും വീണ്ടും സുപരിചിതമായിട്ടുള്ള ഒരു അതോറിറ്റിയാണ്. NIOS നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അതോറിറ്റിയാണ് ഈ പറയുന്ന NIOS എന്ന് പറയുന്നത്. ഓക്കെ, ഇവർ കൂടുതലും ചെയ്യുന്നത് എന്താണ്, സ്കൂൾ എഡ്യൂക്കേഷൻ ആണ്. ഇതും എന്താണ് 9 to 12 ആയിട്ടുള്ള, പിന്നെ 9 to 12 വരുന്ന സ്കൂൾ എഡ്യൂക്കേഷൻ ആണ് ഈ പറയുന്ന NIOS കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത്, IGNOU. ഓക്കെ, IGNOU നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഡിഗ്രീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടോപ്പ് അതോറിറ്റിയാണ്. സെൻട്രൽ ഗവൺമെന്റ് കീഴിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. ഔട്ട് ഓഫ് സ്കൂൾ സ്റ്റുഡന്റ് കോഴ്സസ് അല്ലെ, അതായത് സ്കൂളിൽ പോകാതെ നമുക്ക് നമ്മുടേതായ രീതിയിൽ പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ ഉണ്ടല്ലോ, അത് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു നാഷണൽ കോർഡിനേറ്റർ ആണ് ഈ പറയുന്ന IGNOU എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണെന്ന് IIM ബാംഗ്ലൂർ. ഓക്കെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ബാംഗ്ലൂർ ആണ്. ഇവരെന്താണ്, മാനേജ്മെന്റ് കോഴ്സുകൾ ഉണ്ടല്ലോ, അതായത് നമ്മുടെ MBA അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ അനലിറ്റിക്സ്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന IIM ബാംഗ്ലൂർ ആണ്. പിന്നെ വരുന്നതാണ് എന്ത്, NITTR. ഓക്കെ, NITTR വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഓക്കെ, അതായത് ഇത് കൂടുതലും ഈ ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് കോഴ്സുകളാണ് ഇവർ കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം ഈ പെഡഗോഗി, അതുപോലെ തന്നെ സിലബസ് ക്രിയേഷൻ, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ഉണ്ട്. ഇപ്പം ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരുപാട് കോഴ്സുകൾ, ഇതിനൊക്കെ ഡീൽ ചെയ്യുന്ന ആരാണ്, ഈ പറയുന്ന NITTR ആണ്.
പിന്നെ വരുന്നതാണ് എന്ത് CEC, അതായത് കൺസോർട്ടിയം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ. ഇവർ ഡീൽ ചെയ്യുന്നത് എന്താണ്, നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള UG കോഴ്സുകൾ അല്ലെ. ഇപ്പൊ നമ്മുടെ BA, അതുപോലെ ഇതൊക്കെ നോൺ ടെക്നിക്കൽ ആണ്. BA എക്കണോമിക്സ്, BA ഇംഗ്ലീഷ്, ഓക്കെ, ഹിസ്റ്ററി, അതുപോലുള്ള കോഴ്സുകളൊക്കെ ഡീൽ ചെയ്യുന്ന ഈ പറയുന്ന CEC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതോറിറ്റിയാണ്. അപ്പോൾ ഈ മൊത്തം നാഷണൽ കോർഡിനേറ്റേഴ്സും നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അതിന്റെ എന്താണ് പിന്നെ ഫുൾ ഫോം അടക്കം ഈ ഒരു സിസ്റ്റത്തിനെ പഠിക്കുന്നവരും കുറച്ചും കൂടി നല്ലത് ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ കൃത്യമായിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, പിന്നെ ഇനി നമുക്ക് എന്താണ് ഇതിന്റെ PYQs നമുക്ക് വരാം കേട്ടോ. നമുക്ക് ഇതിന്റെ ഈ വളരെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരുപാട് PYQs, ഓക്കെ, ഇതിൽ 2024 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്താണ്, a teacher wants to integrate Swayam into the curriculum to enhance learning. Which of the following benefits of Swayam should be the teacher highlight of the students? Okay. ഇവിടെ പിന്നെ ഒരു ടീച്ചർക്ക് എന്താണ് സ്വയം അവരുടെ കരിക്കുലത്തിലേക്ക് എൻഹാൻസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ പറയുന്ന ഓപ്ഷനിൽ ഏതാണ് സ്വയത്തിന്റെ ബെനിഫിറ്റ്, അതായത് നമ്മുടെ ഒന്നുമില്ല, ഒബ്ജക്റ്റീവാ ചോദിക്കുന്നത്. നിങ്ങൾ എന്റെ കഴിഞ്ഞ ക്ലാസ് കേട്ട ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയത്തിലുണ്ടാവില്ല. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒബ്ജക്റ്റീവ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒബ്ജക്റ്റീവ് പഠിച്ച ആളുകൾക്ക് ഇത് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. എന്താണ്, ഫ്രീ ആക്സസ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ആണ്. ഓക്കെ, പിന്നെന്താണ്, ഓപ്പർച്യൂണിറ്റി ഫോർ ലൈവ് ഇന്ററാക്ഷൻ വിത്ത് ഇൻസ്ട്രക്ഷൻസ്, പിന്നെ പീർ റിവ്യൂഡ് അസൈൻമെന്റ്സ്, സെൽഫ് ബേസ്ഡ് ലേണിംഗ്. എന്താണ് ഓപ്പർച്യൂണിറ്റി, നമ്മൾ ലൈവ് ഇന്ററാക്ഷൻ നടക്കുന്നില്ല, അതായത് ഇവർ റെക്കോർഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് വീഡിയോ ഇവരെന്ത് ചെയ്യുക അയക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫാക്കൽറ്റീസ് ആയിട്ട് ലൈവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻസ്ട്രക്ഷന് നമുക്ക് പറ്റണമെന്നില്ല. പിന്നെ അസൈൻമെന്റ്സ് കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ സെൽഫ് ബേസ്ഡ് ലേണിംഗ് ആണ്. അപ്പൊ നമുക്ക് അറിയാം എന്താണ് എയും ഡിയും ആണ് കറക്റ്റ് ഓപ്ഷൻ, അതായത് സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ. അതാ ഞാൻ പറഞ്ഞത്, ഒബ്ജക്റ്റീവ് നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ സ്വയത്തിന് ഫസ്റ്റ് ക്ലാസ് കിട്ടവർക്ക് അറിയാം. ഒബ്ജക്റ്റീവിൽ ഇനിയും ഒരുപാട് പോയിന്റ്സ് ഒബ്ജക്റ്റീവിൽ വരുന്നുണ്ട്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോ കാണാത്തവർ അത് കാണുക. അത് അറിയുന്ന ആൾക്ക് ഇത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ പറ്റും. 2024 ചോദിച്ചിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. ഇതാണ് എ സ്വയം കോഴ്സ് ഈസ് ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദി എൻഗേജ്മെന്റ് ഓഫ് ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദി എൻഗേജ്മെന്റ് ഓഫ് നമ്പർ ഓഫ് വീഡിയോസ് അല്ലെ. ഇവിടെ ഓഫിന് ശേഷം ഒരു ഇതാട്ടോ, മറ്റേ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, ആൻഡ് നമ്പർ ഓഫ് വീഡിയോസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സ്വയത്തിന്റെ കോഴ്സ് ക്ലാസിഫൈ ചെയ്യുന്ന ഒരു ഭാഗം ഞാൻ ഇൻട്രൊഡക്ഷനിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കേട്ടവർക്ക് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല ഏതൊക്കെയാണ് ഇതില് അവേഴ്സും അതുപോലെ എന്തായിരുന്നു വീക്സും ആണ്. ഓക്കെ, സെമിസ്റ്റർ വരില്ല, മന്ത്സ് വരുന്നില്ല, ഇയേഴ്സും വരുന്നില്ല. വീക്സും അവേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, സ്വയം അവരുടെ കോഴ്സുകൾ എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ കോഴ്സുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Acronym of Swayam represents a Scopus web of alternate learning for youth and apt minds, social web of agile learning for youth and adult minds, steady web of active learning for young aspiring minds, പിന്നെ സയൻസ് വെബ് ഓഫ് ആസ്പിറന്റ് ആൻഡ് യങ് ആക്റ്റീവ് മൈൻഡ്സ്. ഓക്കെ, 2024 വന്നിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സ്വയത്തിന്റെ ഫുൾ ഫോം എന്താണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്, സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. ഇത് ഞാൻ ഇൻട്രൊഡക്ഷനിൽ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് അതറിയുന്നവർക്ക് ഇത് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും, ഈസിയാണ്. ഓക്കെ, പിന്നെന്താണ്, സ്വയം ഈസ് പ്രോഗ്രാം. യെസ്, ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലേ, ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ല, ഞാൻ എൻ്റെ നോട്ട്സിൽ പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്, ഈ PYQs ഒക്കെ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. സോറി, എൻ്റെ സിലബസുകൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്വയം എന്ന് പറയുന്നത് എന്താണ്, ആരുടെ ഇനീഷ്യേറ്റീവ് ആണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നാഷണൽ NCERT ഉണ്ട്, UGC ഉണ്ട്, IGNO ഉണ്ട്. ഇവരൊക്കെ എന്താണ്, ഇത് നാഷണൽ കോർഡിനേറ്റേഴ്സ് ആണ്. പക്ഷെ ഇവിടെ ചോദിക്കുന്നത് എന്താണ്, ഇനീഷ്യേറ്റഡ് ബൈ എന്ന് ചോദിക്കുന്നത്. ആരാണ് ഇനീഷ്യേറ്റ് ചെയ്തത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ബാക്കി എല്ലാവരും എന്താണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അതോറിറ്റി മാത്രമാണ്. പക്ഷെ ഇതിന്റെ പൂർണ്ണ ഇനീഷ്യേറ്റീവ് അതോറിറ്റി ആർക്കാണ്, ഗവൺമെന്റിനാണ്. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ്, സോറി, അപ്പം ഇതാണ് നമുക്ക് എന്താണ് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PYQs. ഇനി നമുക്ക് എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്വയം പ്രഭയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അതിനു മുന്നേ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. I'll share the link in the description and I'll share the numbers also. You can text. I will share the link, WhatsApp link to your number. Yeah, so that's all about today. We'll see you on the next session. Till then, bye.